Hi, welcome back. ഇന്ന് ഞാൻ സൺസ്ക്രീൻ ആൾക്കാർ ഇടുമ്പോൾ ചെയ്യുന്ന കുറച്ച് തെറ്റുകളെക്കുറിച്ചാണ് പറയാൻ വന്നിരിക്കുന്നത്. സൺസ്ക്രീൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. പക്ഷേ അത് ഇടുമ്പോൾ തന്നെ ആൾക്കാർക്ക് ചിലർക്കെങ്കിലും ഒരുപാട് പേർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ ചിലരെങ്കിലും കുറച്ച് തെറ്റുകൾ വരുത്താറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം സൺസ്ക്രീന് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണെന്ന് നമുക്കെല്ലാം തന്നെ അറിയാം. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ വെളിയിൽ പോകുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പേ എങ്കിലും സൺസ്ക്രീൻ ഇട്ടേക്കണം. സൺസ്ക്രീനും ഉണ്ട്, സൺ ബ്ലോക്കും ഉണ്ട്. അപ്പോൾ സൺ ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് പോകാം. പക്ഷേ സൺ ബ്ലോക്കിലൊരു കാര്യമുണ്ട്, വെള്ള പോലെ ഇരിക്കും. വൈറ്റ് കാസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്, വെള്ള പോലെ ഇരിക്കും. സൺ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ മണ്ടയിലോട്ട് അത് അപ്ലൈ ചെയ്യുകയാണ്, ഉള്ളിലോട്ട് പോകില്ല. അതിപ്പോൾ സൂര്യരശ്മി വന്ന് അടിച്ചിട്ട് അത് തിരിച്ചങ്ങ് പോകും, ഉള്ളിലോട്ട് കിടക്കില്ല. പക്ഷേ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ക്രീമിന് ടൈം കൊടുക്കണം. അത് ഉള്ളിൽ പോയാണ് നമ്മുടെ വരുന്ന സൂര്യരശ്മി ഉള്ളിലോട്ട് പോയി നമ്മുടെ അകത്തുള്ള സ്കിന്നിൻ്റെ അകത്തുള്ളതിനെ ഡാമേജ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടൈം കൊടുക്കണം. അതുകൊണ്ടാണ് ഒരു 20 തൊട്ട് 30 മിനിറ്റ് വരെ നമ്മൾ കഴിഞ്ഞ് വെളിയിൽ പോകാവൂ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അകത്തിരുന്നാലും, വീടിൻ്റെ അകത്തിരുന്നാലും നമ്മുടെ ഈ മതിലുകളെല്ലാം തുളച്ച് കയറി സൂര്യരശ്മി വരും. അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ സ്കിന്നിൽ കാണുന്ന ഭാഗത്തൊന്നും ഉള്ളിൽ പോയി നമ്മളെ ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ട് അകത്തിരുന്നാലും നമ്മൾ സൺസ്ക്രീൻ ഇടണം. പിന്നെ അതുപോലെ തന്നെ സൺസ്ക്രീൻ ഒരു 30 SPF 30 ഒക്കെ മതി. നമ്മൾ വീട്ടിൻ്റെ അകത്ത് ഇരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അത്യാവശ്യത്തിന് നമ്മൾ പുറത്ത് പോവുകയാണെങ്കിലോ ഇത് മതി. അതേസമയം നമ്മൾ വെയിലത്ത് ഒത്തിരി പോയി നിന്ന് അധ്വാനിക്കുന്ന ആണെങ്കിൽ വെയിലത്ത് ഒരുപാട് നേരം നിൽക്കേണ്ടി വരുന്ന ഒരു അവസരത്തിലാണെങ്കിൽ ഒരു SPF 50 ഒക്കെ ഇടാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സൺസ്ക്രീൻ വാങ്ങുമ്പോൾ ബ്രോഡ് സ്പെക്ട്രം എന്നല്ലെങ്കിൽ ഫുൾ സ്പെക്ട്രം എന്നെഴുതിയിരിക്കുന്ന സൺസ്ക്രീൻ വാങ്ങി നോക്കണം. കാരണം എന്താ പറഞ്ഞാൽ ബ്രോഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ അത് UVA റേസിനെയും UVB റേസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യും. UVA എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചോളാം ഏജിങ്, UVB എന്ന് വിചാരിക്കണം, B എന്ന് പറഞ്ഞാൽ ബേൺസ്. അപ്പോൾ UVA ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ചുളിവുകളും കറുത്ത പാടുകളും കറുത്ത കുത്തുകളും എല്ലാം വന്ന് നമ്മുടെ സ്കിന്നിനെ ചീത്തയാക്കും. B എന്ന് പറയുമ്പോൾ UVB എന്ന് പറയുമ്പോൾ ബേൺസ് ആണ്, നമ്മൾ പൊള്ളൽ, സൂര്യനിൽ നിന്നുള്ള പൊള്ളൽ, ചുമന്ന കളർ, അതെല്ലാം UVB റേസ് ആണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രോഡ് സ്പെക്ട്രം അല്ലെങ്കിൽ ഫുൾ സ്പെക്ട്രം എന്നെഴുതിയ സൺസ്ക്രീൻ തന്നെ വാങ്ങിക്കണം. പിന്നെ സൺസ്ക്രീൻ ലോഷൻ ആയിട്ടുള്ള ലിക്വിഡ് കൂടുതലുള്ളത് വാങ്ങാതിരിക്കുക, കാരണം അതിന് അത്രയും വലിയ പ്രൊട്ടക്ഷൻ ഇല്ല. ഇത്രയൊക്കെയാണ് നമ്മൾ സൺസ്ക്രീൻ വാങ്ങുമ്പോൾ ചിന്തിക്കണം. പിന്നെ ചില സൺസ്ക്രീനിൽ PA++++ എന്നൊക്കെ എഴുതിയേക്കും. ഈ PA+++ എന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രൊട്ടക്ഷൻ, 2+ എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ആയിട്ടുള്ള, 3 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ല പ്രൊട്ടക്ഷൻ, 4 എന്ന് പറയുമ്പോൾ ഹൈലി പ്രൊട്ടക്ഷൻ. അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര വാങ്ങിച്ചാലും ഇതെല്ലാം നോക്കി നല്ല ഒരു സൺസ്ക്രീൻ വാങ്ങണം. ഇനി ആളുകൾ വരുത്തുന്ന തെറ്റാണ് നമ്മുടെ സ്കിൻ ടെക്സ്ചർ അനുസരിച്ച്. ഇപ്പോൾ നമ്മുടെ ഏജിലുള്ളവർക്ക് ഒരു പ്രായമാകുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആണ് ആകുന്നത്. കാരണം നമ്മുടെ ബോഡിയിലുള്ള തന്നെ ഓയിൽ കണ്ടൻറ്റ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പം ചിലർക്ക് ഓയിൽ കണ്ടൻറ്റ് കാണും, ഇല്ല എന്നല്ല, പക്ഷേ ഒരുപാട് പേർക്കും ഡ്രൈ ആവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സൺസ്ക്രീനിൻ്റെ ക്രീം തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ല, ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ നമ്മൾ ഒരു മാറ്റ് ഫിനിഷ് അല്ലെങ്കിൽ ഒരു ജെൽ ഫിനിഷ് ആയിട്ടുള്ള സൺസ്ക്രീൻ വാങ്ങുന്നത്. ചെറുപ്പക്കാരിലൊക്കെയാണ് അവർ ചെറുപ്പക്കാർക്ക് കുട്ടികൾക്ക് ഒരുപാട് ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലാണല്ലോ ഓയിലി സ്കിന്നുള്ളവർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർ ജെൽ ടൈപ്പ് ആയിട്ടുള്ളത് വാങ്ങണം. അപ്പോൾ ആദ്യം ചിലർക്ക് അറിഞ്ഞുകൂടാതെ പോയി ഏതെങ്കിലും വാങ്ങും, അങ്ങനെ വാങ്ങാതിരിക്കുക. ഇതാണ് ആദ്യത്തെ മിസ്റ്റേക്ക് ആൾക്കാർ ചെയ്യുന്ന. കടയിൽ പോയി നമ്മൾ കണ്ടതുപോലെ എടുക്കും. ഇല്ല, നമ്മൾ വായിച്ച് നോക്കി അത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആണോ എന്ന് നോക്കി ഇട്ട് വേണം വാങ്ങാനായിട്ട്. അതാണ് ആദ്യത്തെ മിസ്റ്റേക്ക് നമ്മൾ വരുത്തുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. ഇനി രണ്ടാമത്തെ മിസ്റ്റേക്ക്, നമ്മൾ സൺസ്ക്രീന് വേറെ പല പ്രോഡക്റ്റിലും മിക്സ് ചെയ്ത് ഇടും. അത് ചെയ്യാതിരിക്കുക. കാരണം ഈ സൺസ്ക്രീൻ ഉണ്ടാക്കുമ്പോൾ തന്നെ അവർക്ക് അത് മാനുഫാക്ചർ ചെയ്യുന്നവർക്ക് തന്നെ അറിയാതെ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത്. അത് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട്. അപ്പോൾ വേറെ പല പ്രോഡക്റ്റിൻ്റെ കൂടെ അത് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ കിട്ടാനുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടാതിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ സൺസ്ക്രീൻ ഇടുന്നത് ഒരു 20 മിനിറ്റിന് മുന്നേ തന്നെ, നമ്മൾ വെളിയിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ അതിന് മുന്നേ തന്നെ ഇടുക. രാവിലെ എണീറ്റ് മുഖമെല്ലാം കഴുകി ഒരു മോയ്സ്ചറൈസറോ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോൾ സൺസ്ക്രീൻ ഇടുക. അത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് മേക്കപ്പ് ഇടാം. അതും കഴിഞ്ഞ് ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മേക്കപ്പ് ഇട്ടിട്ട് പോകാം. പിന്നെ പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് റീ ആപ്ലിക്കേഷൻ ഇല്ലാതിരിക്കുന്നത്.
ഒരു 2-3 മണിക്കൂർ വരെ ഇത് നിലനിൽക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ കടുത്ത വെയിലത്ത് പോകുന്നവരാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റീഅപ്ലൈ ചെയ്തിരിക്കണം. ഇത് പലരും ചെയ്യാത്തൊരു കാര്യമാണ്, അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ സൺസ്ക്രീൻ ഇടുമ്പോൾ ചെയ്യുന്നതാണ് എത്ര എടുക്കണമെന്ന് അറിഞ്ഞുകൂടാ. അത് ഒരു നമ്മുടെ ഫിംഗറിൻ്റെ ഒരു ഇതുവരെ എടുത്താൽ മതി. അതല്ല 2 ഫിംഗർ ഫുള്ളായിട്ട് എടുത്തിട്ട് കംപ്ലീറ്റ്ലി പേസ്റ്റ് പോലെ ഒന്നും ഇടണ്ട. ഒരു ഈ ഫിംഗറിൻ്റെ ഇത്രയും എടുത്തിട്ട് നമ്മൾ 2 കൈയിലും ഡാബ് ചെയ്ത ആപ്ലിക്കേഷനാണ് ഇടാനുള്ളത്. ഇങ്ങനെ വലിച്ച് തേക്ക് അങ്ങനെ മസാജ് ഒന്നും കൊടുക്കണ്ട. അതാണ് അടുത്ത മിസ്റ്റേക്ക്. പിന്നെ വേറെ പ്രോഡക്ട്സുകളിൽ SPF ഉണ്ടെങ്കിൽ ആൾക്കാർ വിചാരിക്കുന്നു അയ്യോ അതിൽ SPF ഉണ്ടല്ലോ അപ്പം നമുക്ക് സൺസ്ക്രീൻ ഇടേണ്ടതാണ്. അങ്ങനെയല്ല, സൺസ്ക്രീൻ ഇട്ടേ തീരുള്ളൂ. ആ SPF വളരെ ചെറുതായിരിക്കും. ലിപ് ബാമിലും ഫൗണ്ടേഷനിലൊക്കെ ഉള്ളത് ഒരു 15 എന്നൊക്കെ എഴുതിയേക്കും. പക്ഷെ അത്രയും നമുക്ക് കിട്ടണമെന്നില്ല. അപ്പം നമ്മുടെ സ്കിന്നെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ സൺസ്ക്രീൻ ഇട്ടേ തീരുള്ളൂ. പിന്നെ ചിലർ SPF വാങ്ങിച്ചു കഴിഞ്ഞ് ഒത്തിരി നാൾ ഉപയോഗിക്കും. ഒരു പ്രോഡക്ട്സും അങ്ങനെ ഒരുപാട് നാൾ 3 മാസം കൊണ്ട് അത് തീർത്തിരിക്കണം. SPF എക്സ്പയർ ആയ SPF ഒരിക്കലും യൂസ് ചെയ്യരുത്. അത് നമുക്ക് ഉൾട്ടായിരിക്കും നമ്മളെ സ്കിന്നിന് വരാൻ പോകുന്നത്. അത് എല്ലാവരും കെയർഫുള്ളായിട്ട് നോക്കിക്കൊള്ളണം. പിന്നെ ചിലർ വിചാരിക്കുന്നതാണ് മഴയല്ലേ മഞ്ഞല്ലേ ഒരുപാട് ഇരുണ്ട് കിടക്കുന്നല്ലോ ഇന്നിപ്പോൾ SPF വേണ്ട. അങ്ങനെയില്ല. മഴയായാലും മഞ്ഞായാലും തണുപ്പായാലും SPF സൺസ്ക്രീൻ നമ്മൾ ഇട്ടേ തീരുള്ളൂ. അതാണ് അടുത്ത മിസ്റ്റേക്ക്. പിന്നെ അടുത്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സൺസ്ക്രീൻ സൂക്ഷിക്കുന്നു. ഒരുപാട് തണുപ്പിലും ഒരുപാട് ചൂടും ഇപ്പം ജനലിൻ്റെ അരിവിനൊക്കെ കൊണ്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ചൂടും തണുപ്പൊക്കെ അടിക്കും. അങ്ങനെ ചെയ്യാതിരിക്കുക. സൂക്ഷിച്ച് അലമാരയ്ക്കകത്തോ വല്ല വെച്ചിട്ട് ഇടുക. പിന്നെ ഷേക്ക് ചെയ്യാൻ പറ്റുന്ന സൺസ്ക്രീൻ ആണെങ്കിൽ നല്ലോണം ഷേക്ക് ചെയ്തിട്ട് വേണം അതെടുത്ത് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ചിലരുണ്ട് ചെയ്യണ ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് വേറെ ഒരു പ്രോഡക്ട്സ് ഇടൂല, സൺസ്ക്രീൻ മാത്രമേ ഇടുള്ളൂ. അതും തെറ്റാണ്. വേറെ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം സൺസ്ക്രീൻ ഇടുക. പിന്നെ ചിലരുണ്ട് സൺസ്ക്രീന് മുഖത്ത് മാത്രമേ ഇടുള്ളൂ, ഇവിടോട്ടൊന്നും ഇടൂല, കഴുത്തിലും ഇടൂല, ഇവിടെ ഈ ഭാഗത്തും ഒന്നും ഇടൂല. അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മൾ ഇവിടം തൊട്ടാണെങ്കിൽ നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന എല്ലാ ഭാഗത്തും സൺസ്ക്രീൻ ഇടുക, കയ്യിലും ഇടുക. പക്ഷേ ഈ പറയണ ഞാനായാലും കയ്യിലൊന്നും ഇടാറില്ല, കയ്യിലും കാലിലും ഒന്നും ഇടാറില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു കഴുത്തിൻ്റെ ഇതുവരെ നമ്മൾ ഇടണം. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഭാഗത്തൊക്കെ ചുളിവുകൾ വരുന്നത് കുറയ്ക്കും. കാരണം ഈ സണ്ണിൻ്റെ റേസാണ് നമ്മുടെ ചുളിവും കറുത്ത പാടും കറുത്ത കുത്തും എല്ലാം നമ്മളെ വരുത്തുന്നത്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മുഖത്ത് മാത്രം ഇട്ടിട്ട് ഇവിടെ എങ്ങും ഇടാതിരുന്നാൽ അതും വെറുതും വൃത്തികേടായിരിക്കും ഭാവിയിൽ. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ ഞാൻ ഡ്രൈ സ്കിന്നിൻ്റെയും ഓയിൽ സ്കിന്നിൻ്റെയും കാര്യം എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്, സൺസ്ക്രീൻ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇനി കോമ്പിനേഷൻ സ്കിന്നുള്ളവരാണെങ്കിൽ എങ്ങനെ ചൂസ് ചെയ്യണം? ഈ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പിനേഷൻ സ്കിൻ എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് ഇപ്പോൾ എണ്ണമയമാണെങ്കിൽ ഈ ഭാഗത്ത് ഡ്രൈനെസ് ആയിരിക്കും. ചിലർക്ക് ഈ ഭാഗത്ത് ഡ്രൈനെസ് ആണെങ്കിൽ ഈ ഭാഗത്ത് എണ്ണമയമായിരിക്കും, ഓയിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം, എങ്ങനെയാണത് നമ്മൾ നോക്കാനുള്ളത്? നമ്മുടെ മുഖം ഇത്രയല്ലേ ഉള്ളൂ, അതിൽ ഏറ്റവും കൂടുതൽ ഭാഗം കവിളല്ലേ. ഈ കവിളിൽ എന്താണോ ഉള്ളത്, കവിളിൽ ഓയിലി ടൈപ്പ് ആണെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള സൺസ്ക്രീൻ എടുക്കുക, ഡ്രൈ ആണെങ്കിൽ ഡ്രൈ അനുസരിച്ചുള്ള സൺസ്ക്രീൻ എടുക്കുക. ഇങ്ങനെ വേണം കോമ്പിനേഷൻ സ്കിന്നുള്ളവർ ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ നിറച്ച് വെള്ളം കുടിക്കുക, പിന്നെ നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഉൾപ്പെടുത്തുക, ബാലൻസ് ആയിട്ടുള്ള ഡയറ്റ് നോക്കുക. ഇനി കുട്ടികളിലായാൽ പോലും, കൊച്ചു കുട്ടികളിലായാൽ പോലും അവരുടെ സൺസ്ക്രീൻ വാങ്ങിക്കാൻ കിട്ടും. കാരണം ഇന്നത്തെ നമ്മുടെ ക്ലൈമറ്റ് അത്രയും സിവിയറാണ്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കുട്ടികൾക്ക് പോലും ഇതിട്ട് കൊടുത്തിട്ട് വേണം സ്വിമ്മിങ്ങിനായാലും വെളിയിൽ കളിക്കാനായാലും ഒക്കെ വിടാനുള്ള റീആപ്ലിക്കേഷനും മസ്റ്റാണ്. ഇതെല്ലാം അമ്മമാരും അല്ലെങ്കിൽ അറിഞ്ഞിരുന്ന നമ്മുടെ വീട്ടിലുള്ളവർക്ക് അറിഞ്ഞുകൂടാ എങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ. ഇനി നമ്മുടെ കൺമുമ്പിൽ വെച്ച് ആരെങ്കിലും ഈ സൺസ്ക്രീൻ ഇടുന്നതിനെ പറ്റി തെറ്റ് പറഞ്ഞാലും നമുക്ക് ഇത്രയും അറിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അവിടെ സംസാരിക്കാൻ പറ്റുമല്ലോ. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ ഒരു 10-11 മിസ്റ്റേക്സ് ആൾക്കാർ വരുത്തുന്നതാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം സൺസ്ക്രീൻ വാങ്ങാനായിട്ടും ഇടാനായിട്ടും. എല്ലാവരും സൺസ്ക്രീൻ ഇട്ടേ തീരുള്ളൂ. ഇട്ടിട്ട് വേണം നമ്മൾ അടുക്കള ജോലിയായിരുന്നാലും വെളിയിൽ പോകുന്ന ജോലിയായാലും ചെയ്യാനായിട്ട്. കാരണം അടുക്കളയിൽ നിൽക്കുമ്പോഴും നമ്മൾ ചൂടിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ബ്ലൂ റേസ് നമ്മുടെ മുഖത്ത് മുഴുവൻ അടിക്കുകയാണ്. ഈ ബ്ലൂ റേസ് നമ്മുടെ സ്കിന്നിനെ മുഴുവൻ ചീത്തയാക്കും. നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് ആൾക്കാരെല്ലാം മൊബൈൽ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ സൺസ്ക്രീൻ ഉപയോഗിക്കണം. അതായത് ഇപ്പോൾ ലാപ്ടോപ്പ് ആയിരുന്നാലും മൊബൈലായിരുന്നാലും അടുക്കളയിൽ നിൽക്കുന്നവരാണെങ്കിലും വീട്ടിൻ്റെ അകത്ത് ഇരിക്കുന്നവരാണെങ്കിലും എല്ലാവരും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ആണായാലും പെണ്ണായാലും യൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഒരു പരിധി വരെ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നന്നായിട്ട് തന്നെ ഇരിക്കും. അതാണല്ലോ നമുക്ക് വേണ്ടിയത്. പിന്നെ നിറച്ച് വെള്ളം കുടിക്കണം. നമ്മൾ ആഹാരത്തിൽ നല്ല ബാലൻസ് ആയിട്ടുള്ള ഡയറ്റ് കീപ്പപ്പ് ചെയ്ത് പോകണം. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ വളരെ കെയർഫുള്ളായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുക്കണം. ഇതെല്ലാം നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് എല്ലാ കാലവും കുറച്ച് ആരോഗ്യമായിട്ട് നമുക്കിരിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിച്ച് നന്നായിട്ട് തന്നെ ഇരിക്കുക. അപ്പം ഞാനിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, സീ യു, ലവ് യു ഓൾ.